വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല എല്ലാ കാലാവസ്ഥയിലും പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് കമ്പ് മുറിച്ച് നമുക്ക് നട്ടുവെച്ചാൽ മതി. പ്രത്യേകിച്ച് ഇപ്പം മഴയായതുകൊണ്ട് പ്രത്യേകിച്ച് വളവോ അല്ലെങ്കിൽ കൊക്കോപ്പിറ്റോ മണലോ ഒന്നും വേണ്ട. ഈ ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇത് നിങ്ങൾക്കിപ്പം കണ്ടപ്പോൾ മനസ്സിലായേക്കാണ് നമ്മുടെ മാൻഡിവില്ല എന്ന് പറയുന്ന മഞ്ഞപ്പൂക്കൾ, നിറയെ മഞ്ഞപ്പൂക്കളുണ്ടാകും നമ്മുടെ കോളാമ്പി ചെടിയാണിത് കേട്ടോ. ഇതിന് മാൻഡിവില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നല്ല ബുഷിയായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ മാൻഡിവില്ല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ വള്ളിച്ചെടി പോലെ കയറി പോകുന്ന വേറൊരു വെറൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ കുറ്റിയായിട്ട് ഷ്രബ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഇത് വേറൊരു വെറൈറ്റി. ഇതിപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ബുഷിയായിട്ട് ഇനി വരാൻ തുടങ്ങിയിരിക്കുക കേട്ടോ. കണ്ടോ, പുതിയ ഇലകളൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഇലകൾ വരുന്നതിനോടൊപ്പം തന്നെ മൊട്ടുകളാണ് വരുന്നത്. അപ്പോൾ നല്ല രസമായിരിക്കും, നല്ല പോലെ ഇരിക്കും ഇതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇത് നടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഇതുപോലെയുള്ളൊരു പൈപ്പ് മാത്രം മതി കേട്ടോ. ഒരു പൈപ്പ് കട്ട് ചെയ്ത് എടുക്കുക. അതിലേക്ക് സാധാരണ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കുക. അതായത് സാധാരണ മണ്ണ് നിറച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്ന കഷ്ണം തണ്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഒരു 3-4 കമ്പ് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം അത് വളർന്ന് വരുമ്പോൾ നല്ല ബുഷിയായിട്ട് പൂക്കളുണ്ടാവും. പിന്നെ ഒത്തിരി ഇത് കണ്ടോ, ഇതിപ്പം വളർന്നതിപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് കോല് പോലെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളൊന്നും കാണാനും ഭംഗി കാണത്തില്ല. ആ ചെടിയുടെ ഒരു സൗന്ദര്യം അങ്ങ് നഷ്ടപ്പെടും. പിന്നെ പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കുറ്റിച്ച് നിർത്താൻ പോവുകയാണ്. ഒത്തിരി വെയിലുള്ള സമയത്ത് മുറിക്കാതിരിക്കുന്നതാണ് നല്ല. ചെടി അങ്ങ് ശോഷിച്ചു. പക്ഷേ ഇപ്പം നല്ല വെയിലൊക്കെ മഴയുള്ള സമയമായതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു കുഴപ്പമില്ല. ഇപ്പം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാവട്ടെ ഈ മണ്ടിവില്ല പ്ലാന്റ്. അപ്പം ഞാനിത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടു മനസ്സിലായി കാണും, ഫുള്ള് അങ്ങ് ഹാഫായിട്ട് മുറിച്ചു. ഇനിയിപ്പോൾ ഇത് ഒരാഴ്ചക്കകം തന്നെ ഞാൻ വളർന്ന് വന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം നമുക്കെടുത്ത് വേറെ ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിറയെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് വേര് പിടിച്ച് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ റൂട്ടിംഗ് ഹോർമോണോ പൗഡറോ അല്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്ര കമ്പൽസറി ആണെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയിൽ മുക്കിയൊന്ന് നട്ടാൽ മാത്രം മതി. വേറെ ഒരു ഇത് വേണ്ട. അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ കാര്യമൊന്നുമില്ല. മഴക്കാലം കഴിഞ്ഞിട്ട് ഇച്ചിരി 19 ഇട്ട് കൊടുത്താൽ മതി. ഇത് നിറയെ പൂത്ത് കിട്ടും കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ളൊരു ഇതാ കണ്ടോ, നിറയെ കൂടുതൽ ബ്രാഞ്ചസ് വരും. ഇങ്ങനെ ബ്രാഞ്ചസ് വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. പൂക്കൾ വരുമ്പോൾ നല്ല ബുഷിയായിട്ട് വരും. ചിലർ ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് ഒരു സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്ത് അതിലേക്ക് ഇതിങ്ങനെ പടർത്തി വെക്കും. അതും കാണാൻ നല്ല ഭംഗിയാണ്. അതും വേറൊരു ചോയ്സാണ്. പക്ഷേങ്കിൽ വേറെ ഒരു മെനക്കേടും ഇല്ല. ഒരു പൈപ്പ് കൊണ്ട് നമുക്ക് വീട്ടമ്മമാർക്കെല്ലാം ചെയ്യാൻ പറ്റിയൊരു ഐഡിയയാണ്. വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ ഭംഗി തോന്നത്തില്ല. പക്ഷേങ്കിൽ ഇത് ട്രിം ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ചെടിയുടെ ആ ഒരു കാണാൻ നല്ല രസമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണിത്. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള ഏരിയയിൽ വേണം നമ്മൾ ഈ ചെടി നട്ടു വളർത്താൻ വേണ്ടിയിട്ട്. സൂര്യപ്രകാശവും വെള്ളവും മാത്രം മതി. പ്രത്യേകിച്ച് ഫെർട്ടിലൈസറൊന്നും ഇല്ലാതെ തന്നെ നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.